ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെഫോസ് അരോമ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും പിന്നെ സ്പെഷ്യലായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈഡ് ചിക്കൻ ബർഗറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ബണ്ണെടുക്കുമ്പോൾ സാധാരണ ബണ്ണെടുക്കരുത്, ബർഗർ ബണ്ണ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ കൂടെ ഒരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 6 ചിക്കൻ സ്ലൈസ്ഡ് പീസസ് എടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഇതേപോലെ സ്ലൈസ് ചെയ്തത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഒനിയൻ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 കപ്പ് മൈദ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഒരു മുട്ടയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പാലും കൂടി കുറേശ്ശെ ഇതേപോലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവൻ പാലും മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുക്കണം. 6 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് പിന്നീടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസ്റ്റേർഡ് സോസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം, പിന്നെ 1 കക്കിരി, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, ഉപ്പ്, ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊരു മണിക്കൂർ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതേപോലെ സാധാരണ മൈദയാണ്, 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ആദ്യം ഇതേപോലെ ചെയ്യുന്നത് കൈ നനയുന്നത് കൊണ്ടാണ്. ഇതേപോലെ ആദ്യം ചെയ്തതിന് ശേഷം പിന്നെ കൈ കൊണ്ട് ഇതേപോലെ നന്നായി മൈദ ഇതിൽ പിടിപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ഹാർഡായി പോവും. ഇതേപോലെ വേഗത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും.
നമുക്ക് മുഴുവൻ ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ബർഗർ തന്നെയാണിത്. നിങ്ങളിതൊരു പ്രാവശ്യം വീട്ടിലൊന്ന് ചെയ്ത് നോക്കൂ, വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ. ഞാനിവിടെ ബർഗർ ബണ്ണ് ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതേപോലെ പ്ലേറ്റിൽ വെച്ച് ഇതേപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ മയോണൈസാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള കക്കിരി ഉണ്ടല്ലോ, അതും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ടൊമാറ്റോ പീസ്, പിന്നെ കുറച്ച് ഫിംഗർ ചിപ്സും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ലെറ്റ്യൂസിൻ്റെ പീസും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇനി കെച്ചപ്പ് ആവശ്യമുള്ളവർക്ക് കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ലൈസ്ഡ് ചീസും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വൈകിട്ടത്തെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബർഗർ തന്നെയാണിത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.